PSC ഡയറിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്നുള്ള ടോപ്പിക്കാണ്. നമ്മുടെ കേരള PSC 65ാം വാർഷിക വിശേഷാൽ പതിപ്പ് ആയിട്ട് ഇറക്കിയിട്ടുള്ള പുസ്തകത്തിലെ വിവരങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പുസ്തകത്തിൽ തന്നെ മറ്റു പല സബ്ജക്റ്റിൻ്റെയും പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൂടി കാണാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും ക്ലാസ്സിൻ്റെയും പരീക്ഷകൾ നമ്മൾ ടെലഗ്രാം ചാനലിലും വാട്സപ്പ് ഗ്രൂപ്പിലും നടക്കുന്നുണ്ട്. അതുപോലെ ലൈവ് ക്ലാസ്സുകൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നടക്കുന്നുണ്ട്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ജോയിൻ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. മൗലിക അവകാശങ്ങൾ എന്നാണ്. മൗലിക അവകാശങ്ങൾ, അതാണ് നമ്മുടെ ടോപ്പിക്ക്. ഒരു ഇന്ത്യൻ പൗരന് ഭരണഘടന അനുസരിച്ചിട്ട് മൗലികാവകാശങ്ങൾ ഉറപ്പു നൽകുന്നുണ്ട്. ഈ മൗലിക അവകാശങ്ങളെക്കുറിച്ച് ഭരണഘടനയിൽ പറയുന്ന ഭാഗം എന്ന് പറയുന്നത് ഭാഗം 3 അതായത് ഭരണഘടനയിലെ ഭാഗം 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ്, എന്നാലും അതിൻ്റെ ഒരു ബേസിക് എന്നുള്ള നിലയിലാണ് പറയുന്നത്. അപ്പോൾ ഭാഗം 3 മുതൽ ഭാഗം 3 ആർട്ടിക്കിൾ 12 മുതൽ 15 വരെ നമ്മുടെ മൗലികാവകാശങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഈ മൗലികാവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന ഒരു ഇന്ത്യൻ പൗരന് ഉറപ്പു നൽകുന്ന ആ അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നമുക്കിനി അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ഇതിൽ കുറേ വ്യത്യസ്തമായ പോയിന്റുകൾ ഒക്കെ ഉണ്ട്. നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. കാരണം ഉറപ്പായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി ഇതിൽ നിന്നൊക്കെ തന്നെയായിരിക്കും വ്യത്യസ്തമായ ക്വസ്റ്റ്യങ്ങൾ, റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യത. അത് നിങ്ങൾക്ക് ഈ ക്ലാസ് അവസാനം വരെ കാണുമ്പോൾ മനസ്സിലാകുന്നതാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പോയിന്റിലേക്ക് നമുക്ക് പോവാം. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ മാഗ്ന കാർട്ട. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് മൗലികാവകാശങ്ങളാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് മൗലികാവകാശങ്ങളാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ എന്നറിയപ്പെടുന്നത് മൗലികാവകാശങ്ങളാണ്. അപ്പോൾ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ എന്നിങ്ങനെ അറിയപ്പെടുന്നത് മൗലികാവകാശങ്ങളാണ്. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. സമത്വത്തിനുള്ള അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങളാണ് 14 മുതൽ 18 വരെ. അപ്പോൾ ഈ ഒരു കാര്യം പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമുണ്ട്. നമ്മുടെ മൗലികാവകാശങ്ങൾ ഭാഗം 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണെന്ന് പറഞ്ഞു. ഇതിൽ നമ്മുടെ ഭരണഘടന 6 തരം മൗലികാവകാശങ്ങൾ നമുക്ക് ഉറപ്പു നൽകുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് 1 സമത്വത്തിനുള്ള അവകാശമാണ്, 2 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്, 3 ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ്, 4 മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്, 5 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ്, 6 ഭരണഘടനാ പ്രതിവിധികൾക്കുള്ള അവകാശമാണ്. ഇങ്ങനെ 6 തരം മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഉറപ്പു നൽകുന്നുണ്ട്. ഇതിൻ്റെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട സംഗതി, ഇപ്പോൾ സമത്വത്തിനുള്ള അവകാശം എന്ന് നമ്മൾ പറഞ്ഞു. അത് ശരിക്കും നമ്മുടെ ഭരണഘടനയിൽ 14 മുതൽ 18 വരെയുള്ള, അതാണ് പറഞ്ഞിട്ടുള്ളത്, 14 മുതൽ 18 വരെയുള്ള ആർട്ടിക്കിളുകളിൽ സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ചാണ് പറയുന്നത്. അതുപോലെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 19, 20, 21, 22 എന്നിവയാണ്. ഇത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ആർട്ടിക്കിൾ 14, 15, 16, 17, 18 വരെ സമത്വത്തിനുള്ള അവകാശം, 14 മുതൽ 18 വരെ. ആർട്ടിക്കിൾ 19, 20, 21, 22 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇനി ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 23, 24 പറയുന്നത്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ, അതായത് 25, 26, 27, 28 മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശത്തെക്കുറിച്ചാണ് 29ലും 30ലും പറയുന്നത്. ഇനി ഭരണഘടനാ പ്രതിവിധികൾക്കുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 32 മുതൽ 35 വരെ ഉള്ളത്. ഇങ്ങനെ 6 തരം മൗലികാവകാശങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നു സമത്വത്തിനുള്ള അവകാശങ്ങൾ, അല്ലെ, സമത്വത്തിനുള്ള അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 14 മുതൽ 18 വരെ. അടുത്തൊരെണ്ണം നോക്കാം. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ 32-നെയാണ്.
ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ 32നെയാണ്. ഈ ഹൃദയവും ആത്മാവും വെച്ച് കൺഫ്യൂഷൻ വരും. ആമുഖവുമായും ബന്ധപ്പെട്ടും ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ ആരോ അങ്ങനെ ഒരു സംശയം ഇട്ടിരുന്നു. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഞാൻ ഈ പുസ്തകത്തിലെ കാര്യങ്ങളാണ് നമ്മൾ PSC ബുള്ളറ്റിൻ്റെ വാർഷിക പതിപ്പിലെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. തീർച്ചയായിട്ടും ഇതിൽ ഏതെങ്കിലുമൊക്കെ പോയിന്റ് നമ്മുടെ കയ്യിൽ റാങ്ക് ഫയലുമായിട്ട് മിസ്മാച്ച് ചെയ്യും. അപ്പോൾ നിങ്ങൾ അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പം ഞാൻ സമയം കിട്ടുന്ന അനുസരിച്ചിട്ട് ഞാനത് റിപ്ലൈ തരാം, ഉറപ്പായിട്ടും റിപ്ലൈ തരും അതിന്. അപ്പോൾ മിസ്മാച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നോക്കുക, ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ 32നെയാണ്. ആർട്ടിക്കിൾ 32നെ ഭരണഘടനാപരമായ പരിഹാര മാർഗങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 32 എന്ന് പറയുന്നത്. എന്താണ്? അപ്പോൾ ആർട്ടിക്കിൾ 32നെ ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിക്കുന്നത് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നാണ്. എന്താണ് അപ്പോൾ ആർട്ടിക്കിൾ 32? ആർട്ടിക്കിൾ 32 പറയുന്നത് ഭരണഘടനാപരമായ പരിഹാര മാർഗങ്ങളെ കുറിച്ചിട്ടാണ്, അല്ലേ? ഭരണഘടനാപരമായ പരിഹാര മാർഗങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 32. മൗലികാവകാശങ്ങളുടെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അവകാശം ഏതാണ്? അത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. ശരിക്കും അല്ലേ, നമ്മുടെ ഒരു ഏറ്റവും അത്യാവശ്യമായിട്ടൊരു മനുഷ്യന് വേണ്ട ഒരു കാര്യം സ്വാതന്ത്ര്യമാണ്, അല്ലേ? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. അത് നമ്മൾ പഠിച്ചു. ആർട്ടിക്കിൾ 19 മുതൽ, അനുച്ഛേദം 19 മുതൽ 22 വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അടുത്തത്, മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 26 എന്ന് പറയുന്നത്. മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 26, അല്ലേ? ആർട്ടിക്കിൾ 26. അടുത്തത്, ഇന്ത്യൻ ഭരണഘടന പ്രകാരം മതസ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്ന വകുപ്പ് 25 മുതൽ 28 വരെയാണ്. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അനുച്ഛേദം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആർട്ടിക്കിൾ 32 ആണ്. ആർട്ടിക്കിൾ 32, അല്ലേ? ഭരണഘടന പ്രതിവിധിക്കുള്ള അവകാശമാണ് 32 എന്ന് പറയുന്നത്. അതായത് മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെട്ടാൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് 32-ൽ, പരിഹാരത്തിനുള്ള കാര്യമാണ് 32-ൽ പറയുന്നത്. പ്രതിവിധി, അല്ലേ? സർക്കാർ പോലും ലംഘിക്കാൻ പാടില്ല എന്ന് ഭരണഘടന നിർദ്ദേശിക്കുന്നത് എന്തിനെയാണ്? അത് മൗലികാവകാശങ്ങളെയാണ്, അല്ലേ? അത് ശരിയാണല്ലേ? ഒരു സർക്കാർ പോലും ഇത് ലംഘിക്കാൻ പാടില്ല. കാരണം നമ്മളൊക്കെ മനുഷ്യരായിട്ട് ജനിച്ചു, നമുക്കൊക്കെ അല്ലേ ഒരു സ്വാതന്ത്ര്യം ഉൾപ്പെടെ നമുക്ക് പല അവകാശങ്ങളും ഉണ്ട്. രാജ്യസുരക്ഷയ്ക്ക് എതിരായിട്ട് പ്രവർത്തിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ, അല്ലേ? അതേപോലെ അപ്പോൾ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ട് നമ്മുടെ മൗലികാവകാശങ്ങൾ നമുക്ക് അനുഭവിക്കാവുന്നതാണ്. അടുത്തത്, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 29-ഉം 30-ഉമാണ്. ആ നോട്ട് ചെയ്യണം. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള കാര്യങ്ങൾ, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം, അല്ലേ? അതെത്രയാണ്? 29-ഉം 30-ഉമാണ്. ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 23-ഉം 24-ഉം. ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങളാണ് 23, 24. വിദ്യാഭ്യാസ അവകാശ നിയമം രാഷ്ട്രപതി അംഗീകരിച്ചത് 2009 ഓഗസ്റ്റ് 26-നാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം രാഷ്ട്രപതി അംഗീകരിച്ചത് 2009 ഓഗസ്റ്റ് 26-നാണ്. നിർദ്ദേശക തത്വങ്ങൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ന്യായവാദത്തിന് അർഹമല്ല എന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 37-ആണ്. നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല എന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 37-ആണ്. നിയമനിർമ്മാണ വിഭാഗത്തിൻ്റെയോ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെയോ പ്രവർത്തനങ്ങൾ മൗലികാവകാശങ്ങളെ ലംഘിക്കുകയോ അനാവശ്യമായ രീതിയിൽ നിയന്ത്രിക്കുകയോ ചെയ്താൽ ഇത്തരം പ്രവൃത്തികളെ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കാൻ അധികാരമുള്ള വിഭാഗം നീതിന്യായ വിഭാഗമാണ്. നീതിന്യായ വിഭാഗം അതായത് ജുഡീഷ്യറി, അല്ലേ? ജുഡീഷ്യറി, കോടതി, അല്ലേ? അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭരണഘടനയെ ഇപ്പം ഭരണഘടന ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഭരണഘടനയ്ക്ക് അതീതമായിട്ട് അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് അനുസരിച്ചല്ലാതെ ഏതെങ്കിലും നിയമനിർമ്മാണം നടത്തിയാൽ അതിനെയൊക്കെ നിയന്ത്രിക്കാൻ ഭരണഘടനാപരമായ ഒരു അവകാശം കോടതികൾക്ക് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയ്ക്കുണ്ട്, കേട്ടോ? അപ്പോൾ നിയമനിർമ്മാണ വിഭാഗത്തിൻ്റെയോ, അതാണ് നിയമനിർമ്മാണ വിഭാഗം, അല്ലേ? പാർലമെൻറ്റ്, അതേപോലെ എക്സിക്യൂട്ടീവ്, അല്ലെ? നിയമനിർമ്മാണ വിഭാഗത്തിൻ്റെയും കാര്യനിർവഹണ
നിയമനിർമ്മാണം പാർലമെൻറ്റ് അല്ലെ, കാര്യനിർവഹണം എക്സിക്യൂട്ടീവ്, കാര്യനിർവഹണ വിഭാഗത്തിൻ്റെയോ പ്രവർത്തനങ്ങൾ മൗലികാവകാശങ്ങളെ ലംഘിക്കുകയോ അന്യായമായ രീതിയിൽ നിയന്ത്രിക്കുകയോ ചെയ്താൽ, ലംഘിച്ചാലും നിയന്ത്രിക്കുകയും ചെയ്താൽ ഇത്തരം പ്രവൃത്തികളെ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കാൻ അധികാരമുള്ളത് നീതിന്യായ വിഭാഗത്തിനാണ്. അടുത്തത്, നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത, ഭരണഘടന അനുസരിച്ച് നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ 14 ശരിക്കും ഇന്ത്യയിൽ എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണോ എന്ന് ചോദിച്ചാൽ തുല്യരല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ പ്രസിഡന്റിന് ഉദാഹരണമായിട്ട് പറയുകയാണ്, ഇന്ത്യൻ പ്രസിഡന്റിന് ചില ഇളവുകളൊക്കെ കൊടുക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ. ആർട്ടിക്കിൾ 14 ഒരു എക്സെപ്ഷനായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിന് ചില ഇളവുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതേപോലെ പ്രസിഡന്റിന് മാത്രമല്ല, നമ്മുടെ നിയമസഭാംഗങ്ങൾക്ക്, പാർലമെൻറ്റ് MLA-മാർ MP-മാർ അവർക്കൊക്കെ ചില കാര്യങ്ങളിൽ ചില ഇളവുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിൽ തുല്യത എന്ന് പറയാൻ പറ്റില്ല. അതൊരു എക്സെപ്ഷനായിട്ട് അതിൽ ഭരണഘടനയിൽ തന്നെ പറയുന്ന കാര്യങ്ങളൊക്കെയാണ്. അത് നമുക്ക് പിന്നീട്, ഞാൻ ഇതിപ്പോൾ ഈ പുസ്തകത്തിലെ ക്ലാസ്സാണ് എടുക്കുന്നത്, അത് നമുക്ക് പിന്നീട് അല്ലാതെ നോർമലായിട്ട് ക്ലാസ് എടുക്കുമ്പോൾ അതെന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. അപ്പോൾ അടുത്തൊരു ക്ലാസ് എന്ന് പറയുന്നത്, അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ പറഞ്ഞത് നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ 14 പറഞ്ഞു. ആർട്ടിക്കിൾ 14. ഇനി അടുത്ത് പറയുന്നു നിയമവാഴ്ച, റൂൾ ഓഫ് ലോ. നിയമവാഴ്ച എന്ന ആശയം, ഊർജം ഉൾക്കൊണ്ടിരിക്കുന്നത് ഏത് അനുച്ഛേദത്തിൽ നിന്നുമാണ്? ആർട്ടിക്കിൾ 14 നിയമവാഴ്ച, റൂൾ ഓഫ് ലോ എന്ന ആശയം ഊർജം ഉൾക്കൊണ്ടിരിക്കുന്നത് ആർട്ടിക്കിൾ 14 ന്യൂനപക്ഷ വിഭാഗക്കാരുടെ താല്പര്യങ്ങൾക്കുള്ള പരിരക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 29 ന്യൂനപക്ഷ വിഭാഗക്കാരുടെ താല്പര്യങ്ങൾക്കുള്ള പരിരക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 29 അടുത്തൊരു പോയിന്റ് നോക്കാം. അടുത്തൊരു പോയിന്റ്, പത്രസ്വാതന്ത്ര്യത്തിന് ബാധകമായത് എന്ന് കരുതപ്പെടുന്ന ഭരണഘടനാ അനുച്ഛേദം, അത് ആർട്ടിക്കിൾ 19 ഇവിടെ ഒരു വാക്ക് അവർ ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടല്ലോ, കരുതപ്പെടുന്ന. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പത്രസ്വാതന്ത്ര്യം എന്ന് എടുത്തു പറഞ്ഞിട്ടില്ല ആർട്ടിക്കിൾ 19. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആൻഡ് സ്പീച്ച് എന്നാണ് പറയുന്നത്. അതായത് അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം എന്നാണ് 19 പറയുന്നത്. അപ്പോൾ ആ ഒരു ലൈൻ എടുത്തിട്ടാണ്, അഭിപ്രായം പ്രകടിപ്പിക്കാം എന്നുള്ള ഒരു ലൈൻ എടുത്തിട്ടാണ് പത്രസ്വാതന്ത്ര്യം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 19 അതുകൊണ്ടാണ് കരുതപ്പെടുന്നതെന്ന് അവിടെ ഒരു വാക്ക് വന്നിട്ടുള്ളത്. പത്രസ്വാതന്ത്ര്യത്തിന് ബാധകമായതെന്ന് കരുതപ്പെടുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 19. പുതിയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്നത് 2020 ജൂലൈ 29 പുതിയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്നത് 2020 ജൂലൈ 29 ഇത് ഇനി നിരന്തരം ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യനാണ്, ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പുതിയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്നത് 2020 ജൂലൈ 29 ഇത് തയ്യാറാക്കിയ സമിതിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ കസ്തൂരിരംഗൻ. പുതിയ വിദ്യാഭ്യാസ നയം അതിൻ്റെ ശില്പി അല്ലെങ്കിൽ ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ കസ്തൂരിരംഗനാണ്. ഇത് നിലവിൽ വന്നത് 2020 ജൂലൈ 29 പ്രത്യേകം നോട്ട് ചെയ്തോളുക. ബഹുമതികളുടെ റദ്ദാക്കൽ, അബോളിഷൻ ഓഫ് ടൈറ്റിൽ എന്ന് പറയും. അബോളിഷൻ ഓഫ് ടൈറ്റിൽ, ബഹുമതികളുടെ റദ്ദാക്കൽ ഏത് മൗലികാവകാശത്തിൻ്റെ ഭാഗമാണ്? അത് സമത്വത്തിനുള്ള അവകാശമാണ് അല്ലേ. ഈ ബഹുമതികളൊക്കെ കൊടുക്കുമ്പോൾ ഒരു പദവി, അവർക്ക് എന്തോ ഒരു പ്രത്യേകതയുള്ളതായിട്ട് തോന്നപ്പെടും. പണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് അങ്ങനെയായിരുന്നല്ലോ. ബ്രിട്ടീഷുകാർക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന നമ്മുടെ നാട്ടുകാർക്ക് അവരെന്ത് ചെയ്യും? അവരൊരു പദവി കൊടുക്കും. അപ്പോൾ അവരെന്തൊക്കെയോ ആയി എന്നൊരു ധാരണയും അവർക്ക് ചില അധികാരങ്ങളും കിട്ടും. അപ്പോൾ നമ്മുടെ സാധാരണക്കാരിൽ നിന്നും അവർക്കൊരു പടി ഉയരത്തിൽ വരികയും അവരത് ദുരുപയോഗം ചെയ്യുകയും ചെയ്യാറുണ്ട്. ബ്രിട്ടീഷുകാർ പോയതിന് ശേഷമാണ് നമ്മളങ്ങനെ ബഹുമതി ഒന്നും കൊടുക്കണ്ട, അങ്ങനെ ആരെയും സുഖിപ്പിച്ച് നിർത്തണ്ട എന്നൊരു രീതി തന്നെയാണ് അതിനകത്ത് പറയുന്നത്. ഇവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. കാരണം മിലിറ്ററിയിൽ ബഹുമതികൾ ഇപ്പോഴും ഉണ്ട്. അതായത് നമ്മുടെ എയർഫോഴ്സ്, അതേപോലെ നമ്മുടെ നേവി, അങ്ങനെയുള്ള സ്ഥലത്ത് ബഹുമതികൾ അങ്ങനെ ഇത് എക്സെപ്ഷനായിട്ട് പറയുന്നുണ്ട്. അവിടെ ഉണ്ട്, ബഹുമതികളൊക്കെ കൊടുക്കുന്നുണ്ട്. അതല്ലാതെയുള്ളത് അതങ്ങനെ ബഹുമതി കൊടുക്കുന്നതിനും കാരണം പറയുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു ബഹുമതി കൊടുക്കുമ്പോൾ അവർ രാജ്യത്തോട് ചെയ്യുന്ന പ്രവൃത്തിയുടെ ആദരസൂചകമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എക്സെപ്ഷൻ പറയുന്നുണ്ട്. ഞാനത് പ്രത്യേകം ക്ലാസ് എടുക്കുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ബഹുമതികളുടെ റദ്ദാക്കൽ അഥവാ അബോളിഷൻ ഓഫ് ടൈറ്റിൽ എന്ന് പറയും. അത് ഏത് മൗലികാവകാശത്തിൻ്റെ ഭാഗമാണെന്നാണ്? അത് സമത്വത്തിനുള്ള അവകാശമാണ്.
ഭരണകൂടത്തിന്റെ ഏകപക്ഷീയ നടപടികൾക്കെതിരെയുള്ള പൗരന്റെ സംരക്ഷണ കവചമായി നിലകൊള്ളുന്നത് മൗലികാവകാശങ്ങളാണ്. മൗലികാവകാശങ്ങൾ എന്താണ്? ഭരണകൂടത്തിന്റെ ഏകപക്ഷീയ നടപടികൾക്കെതിരെയുള്ള പൗരന്റെ സംരക്ഷണ കവചമായി നിലകൊള്ളുന്നത് മൗലികാവകാശങ്ങളാണ്, അല്ലേ? അതായത് ഒരു മോശം ഭരണകൂടമാണ് നമ്മളെ ഭരിക്കുന്നതെങ്കിൽ അല്ലേ, നമ്മളാകെ പെട്ടുപോകും. അങ്ങനെ മോശം അല്ലേ, ചില അവസരങ്ങളൊക്കെ അങ്ങനെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് അല്ലേ. അങ്ങനെ മൗലികാവകാശങ്ങൾ റദ്ദാക്കുന്ന, ഇപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുകയാണെങ്കിൽ മൗലികാവകാശങ്ങളിൽ 1-2 ഒഴികെ ബാക്കിയെല്ലാം റദ്ദ് ചെയ്യപ്പെടും. അപ്പോൾ അത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട സാഹചര്യം എന്ന് പറയുന്നത് എന്തുമാകാം. ചിലപ്പം ഭരണകൂടം മോശമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാകാം, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള യുദ്ധമാകാം, എന്തും ആയിക്കൊള്ളട്ടെ. ഇവിടെ പറയുന്നത് ഒരു ഭരണകൂടത്തിൻ്റെ ഏകപക്ഷീയ നടപടികൾക്കെതിരെയുള്ള പൗരൻ്റെ സംരക്ഷണ കവചമായി നിലകൊള്ളുന്നത് മൗലികാവകാശങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഭരണഘടനയിൽ പരാമർശിച്ചിട്ടില്ലെങ്കിലും സ്വകാര്യതയ്ക്കുള്ള അവകാശം, അന്തസ്സിനുള്ള അവകാശം, നിയമസഹായത്തിനുള്ള അവകാശം, ഭക്ഷണത്തിനുള്ള അവകാശം, വേഗത്തിലുള്ള വിചാരണയ്ക്കുള്ള അവകാശം, ജീവനോപാധി കണ്ടെത്താനുള്ള അവകാശം, പീഡനത്തിനെതിരായ അവകാശം തുടങ്ങിയവ ഉൾപ്പെടുന്നത് ഏത് അനുച്ഛേദത്തിലാണ്? ആർട്ടിക്കിൾ 21. വളരെ പ്രധാനപ്പെട്ട ഒരു അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 21. നിങ്ങൾ പഠിക്കുമ്പോഴേ നിങ്ങൾക്കറിയാം അല്ലേ. നമുക്ക് ഈ ആദ്യമായിട്ടൊക്കെ ഇത് പഠിച്ചു വരുമ്പോൾ ആർട്ടിക്കിൾ 21 വരുമ്പോൾ ഒരു സന്തോഷമൊക്കെ വരും. കാരണം അതാണ് ഏറ്റവും വേണ്ടപ്പെട്ടത്. ജീവിക്കാനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് അല്ലേ. ചുരുക്കി പറഞ്ഞാൽ ഭരണഘടനയിൽ പരാമർശിച്ചിട്ടില്ലെങ്കിലും സ്വകാര്യത അല്ലെ, സ്വകാര്യതയ്ക്കുള്ള അവകാശം, അതായത് നമുക്കൊരു പ്രൈവറ്റ് സ്പേസ് അല്ലെ, നമ്മുടെ പ്രൈവറ്റ് സ്പേസിൽ നമുക്കിരിക്കാം, സ്വകാര്യതയ്ക്കുള്ള പ്രൈവറ്റ് സ്പേസ് അങ്ങനെയായിരുന്നു, നമ്മുടെ സ്വകാര്യതയ്ക്കുള്ളൊരു അവകാശമുണ്ട്. പിന്നെ അന്തസ്സിനുള്ള അവകാശമുണ്ട്, നിയമ സഹായത്തിനുള്ള അവകാശമുണ്ട്, ഭക്ഷണത്തിനുള്ള അവകാശമുണ്ട് അല്ലേ. ഇത് ഒരിടയ്ക്ക് ചർച്ചയായതല്ലേ, ഏത് ഭക്ഷണം കഴിക്കണമെന്ന് മറ്റുള്ളവരല്ല, നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നമുക്ക് കഴിക്കാം. അപ്പോൾ ഭക്ഷണത്തിനുള്ള അവകാശമുണ്ട്, വേഗത്തിലുള്ള വിചാരണയ്ക്കുള്ള അവകാശമുണ്ട് അല്ലേ. അത് ഒരു കുറ്റം ചെയ്യപ്പെട്ടാലോ അറിയാതെ അതിൽ പെട്ടുപോയാലോ വിചാരണ നീട്ടിക്കൊണ്ടുപോയി അയാളുടെ ലൈഫ് അല്ലെങ്കിൽ അത് കളയേണ്ട കാര്യമില്ല. അപ്പം നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ നമുക്ക്, ന്യായം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വേഗത്തിലുള്ള വിചാരണയ്ക്കുള്ള ഒരു അവകാശം നമുക്ക് ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. ജീവനോപാധി കണ്ടെത്താനുള്ള അവകാശമുണ്ട്, പിന്നെ പീഡനത്തിനെതിരായ അവകാശം തുടങ്ങിയവ ഉൾപ്പെടുന്നത് ആർട്ടിക്കിൾ 21 കേട്ടോ, ആർട്ടിക്കിൾ 21. അടുത്തത് ഭരണഘടനയുടെ 86ാം ഭേദഗതി പ്രകാരം മൗലിക അവകാശങ്ങളിൽ കൂട്ടിച്ചേർക്കപ്പെട്ട അനുച്ഛേദമാണ് 21A എന്ന് പറയുന്നത്. PSCയുടെ ഇഷ്ടപ്പെട്ട ഒരു ആർട്ടിക്കിളാണ് 21A എന്ന് പറയുന്നത്, 86ാം ഭേദഗതി പറയുന്നത്. PSCക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്, നിരന്തരം ചോദിച്ചിട്ടുണ്ട്, നോട്ട് ചെയ്യുക. ഭരണഘടനയുടെ 86ാം ഭേദഗതി പ്രകാരം മൗലിക അവകാശങ്ങളിൽ കൂട്ടിച്ചേർക്കപ്പെട്ട അനുച്ഛേദമാണ് 21A. ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 19. ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 19. ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 19. ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് സ്വത്തവകാശത്തെക്കുറിച്ച് ഒരു നിയമവകാശം എന്ന നിലയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്? അത് 12ാം ഭാഗത്തിലാണ് കേട്ടോ. 12ാമത്തെ ആർട്ടിക്കിളാണെന്ന് തെറ്റിദ്ധരിക്കരുത്, 12ാമത്തെ ഭാഗത്തിലാണ്. നമ്മൾ പറഞ്ഞു അല്ലേ, ഇപ്പം മൗലികാവകാശങ്ങൾ ഉൾപ്പെടുന്നത് ഭരണഘടനയുടെ 3ാം ഭാഗത്തിലാണ് അല്ലേ. അത് കഴിഞ്ഞിട്ട് 12ാം ഭാഗം എത്തുമ്പോഴാണ്, അവിടെയാണ് എന്ത് പറയുന്നത്, സ്വത്തവകാശം ഒരു നിയമവകാശം എന്ന രീതിയിൽ പറഞ്ഞു വയ്ക്കുന്നത് ആ 12ാം ഭാഗത്തിലാണ് കേട്ടോ. അപ്പോൾ ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് സ്വത്തവകാശത്തെക്കുറിച്ച് ഒരു നിയമാവകാശം എന്ന നിലയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്? അത് 12ാമത്തെ ഭാഗത്തിലാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന അവസരങ്ങളിൽ ഒരു ഇന്ത്യൻ പൗരന് ഹൈക്കോടതിയെ സമീപിക്കാവുന്നതാണ്? അത് ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിയെ സമീപിക്കാം. അതായത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന അവസരം ഉണ്ടാകുകയാണെങ്കിൽ ഒരു ഇന്ത്യൻ പൗരന് ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിയെ സമീപിക്കാവുന്നതാണ്. ഭരണഘടന പ്രതിവിധിക്കുള്ള വ്യവസ്ഥകൾ നടപ്പിലാക്കാനുള്ള നിയമനിർമ്മാണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന അനുച്ഛേദമാണ് 35 എന്ന് പറയുന്നത്. ഇതെങ്ങനെ എടുത്ത് പറഞ്ഞ് കണ്ടിട്ടില്ല ഈ 35. നോക്കുക, ഭരണഘടന പ്രതിവിധിക്കുള്ള വ്യവസ്ഥകൾ നടപ്പിലാക്കാനുള്ള നിയമനിർമ്മാണത്തെക്കുറിച്ച് മനസ്സിലായ 2 വാക്കുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഭരണഘടന പ്രതിവിധിക്കുള്ള വ്യവസ്ഥകൾ നടപ്പിലാക്കാനുള്ള നിയമനിർമ്മാണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന അനുച്ഛേദമാണ് 35. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഏത് അനുച്ഛേദം അവതരിപ്പിക്കുമ്പോഴാണ് അംഗങ്ങൾ മഹാത്മാഗാന്ധി കി ജയ്
എന്ന് വിളിച്ചുകൊണ്ട് മുദ്രാവാക്യം ഉയർത്തിയത് അല്ലേ? അനുച്ഛേദം 17 അനുച്ഛേദം 17, അതായത് അയിത്ത നിരോധന നിയമമാണ്. അയിത്ത നിർമാർജനം അല്ല, അയിത്ത നിരോധനമാണ് ആർട്ടിക്കിൾ 17 പറയുന്നത്. അയിത്തം ആചരിക്കാൻ പാടില്ല എന്ന് പറയുന്നു അല്ലേ? അത് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി അല്ലേ? ഭരണഘടനയിൽ പരാമർശിച്ചിട്ടില്ലെങ്കിലും മലിനീകരിക്കപ്പെടാത്ത പരിസ്ഥിതിക്കുള്ള അവകാശത്തിന്റെ അന്തസത്ത ഏത് അനുച്ഛേദത്തിലാണ് ഉൾപ്പെടുന്നത്? അത് ആർട്ടിക്കിൾ 21 ആർട്ടിക്കിൾ 21. ഭരണഘടനയിൽ പരാമർശിച്ചിട്ടില്ലെങ്കിലും മലിനീകരിക്കപ്പെടാത്ത പരിസ്ഥിതിക്കുള്ള അവകാശത്തിന്റെ അന്തസത്ത ഏത് അനുച്ഛേദത്തിലാണ്? ആർട്ടിക്കിൾ 21 ആർട്ടിക്കിൾ 21. ഭാഷ സംസാരിക്കുന്നതിനുള്ള അവകാശം ഏത് മൗലികാവകാശത്തിന്റെ ഭാഗമാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ് ഭാഷ സംസാരിക്കുക. അപ്പോൾ ഇത് കേൾക്കുമ്പോഴേക്കും ഭാഷ സംസാരിക്കുന്നതിന് എന്താ കുഴപ്പമെന്നല്ലേ? നമുക്കറിയാമല്ലോ, ഇന്ത്യയിൽ എത്രയോ എന്താണ് ഭാഷകൾ സംസാരിക്കുന്നുണ്ട്. എത്രയോ എന്താ പറയുക, ഇപ്പോൾ കൊങ്ങിണി ഭാഷ അല്ലേ, അതേപോലെ പല ഭാഷകൾ സംസാരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ ഓരോ വിഭാഗത്തിനും അല്ലെങ്കിൽ ഓരോ ഗോത്രത്തിനും അവരുടെ ഭാഷ സംരക്ഷിക്കുന്നതിനുള്ള ഒരു അവകാശം അവർക്കുണ്ട്. ആ ഭാഷ, പ്രാദേശിക ഭാഷ നഷ്ടപ്പെടാതിരിക്കാനുള്ള, സംരക്ഷിക്കാനുള്ള ഒരു അവകാശം അവർക്കുണ്ട്. അപ്പോൾ ആ അവകാശം ഉൾപ്പെടുന്നത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശത്തിലാണ് അത് ഉൾപ്പെടുന്നത്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശത്തിലാണ് അത് ഉൾപ്പെടുന്നത്. ഇനി ഭാഷ, അതേപോലെ ലിപി, അതേപോലെ സംസ്കാരം എന്നിവയുടെ സംരക്ഷണം ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് മൗലികാവകാശങ്ങളിൽ പെടുന്നു? അത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശത്തിലാണ് ഇത് ഉൾപ്പെടുന്നത്. നമ്മുടെ ഭാഷ, ലിപി, സംസ്കാരം അല്ലേ? നമ്മുടെ ഭാഷ, മലയാള ഭാഷ, അതിനൊരു ലിപിയുണ്ട്, നമുക്കൊരു സംസ്കാരമുണ്ട്. ഇതൊക്കെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശപ്രകാരം നമുക്ക് സംരക്ഷിച്ച് നിർത്താൻ പറ്റും. പ്രാഥമിക വിദ്യാഭ്യാസത്തിലൂടെ സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നത് ഏത് ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ്? 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് കേട്ടോ. നല്ലൊരു പോയിന്റാണ്, ആരും അങ്ങനെ ശ്രദ്ധിക്കാൻ സാധ്യതയില്ല. പ്രാഥമിക വിദ്യാഭ്യാസത്തിലൂടെ സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നത് 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ്. പ്രാഥമിക വിദ്യാഭ്യാസത്തിലൂടെ സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നത് 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ്. പ്രത്യേക മതത്തിന്റെ പോഷണത്തിന് വേണ്ടി നികുതി നൽകാൻ പൗരന്മാരെ ഭരണകൂടം പ്രേരിപ്പിക്കാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്ന അനുച്ഛേദം 27 അല്ലെ? പ്രത്യേക മതത്തിൻ്റെ പോഷണത്തിന് വേണ്ടി നികുതി നൽകാൻ പൗരന്മാരെ ഭരണകൂടം പ്രേരിപ്പിക്കാൻ പാടില്ല. ആരാണ്? ഭരണകൂടം പ്രേരിപ്പിക്കാൻ പാടില്ല. ഒരു പ്രത്യേക മതത്തിൻ്റെ പോഷണത്തിന് വേണ്ടി നികുതി നൽകാൻ പൗരന്മാരെ ഭരണകൂടം പ്രേരിപ്പിക്കാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്നത് ആർട്ടിക്കിൾ 27 ആർട്ടിക്കിൾ 27. ക്രിമിനൽ നിയമങ്ങൾ മുൻകാല പ്രാബല്യത്തോടെ പാസാക്കാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്ന അനുച്ഛേദം അനുച്ഛേദം 21. ക്രിമിനൽ നിയമങ്ങൾ മുൻകാല പ്രാബല്യത്തോടെ പാസാക്കാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്നത് ആർട്ടിക്കിൾ 21 ആർട്ടിക്കിൾ 21. 14 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളെ ഫാക്ടറികൾ അതേപോലെ ഖനികൾ എന്നിവിടങ്ങളിലോ അപകടകരമായ വ്യവസായങ്ങളിലോ പണിയെടുപ്പിക്കരുതെന്ന് നിഷ്കർഷിക്കുന്ന അനുച്ഛേദം 24 അല്ലെങ്കിൽ ആർട്ടിക്കിൾ 24. 14 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളെ ഫാക്ടറികൾ, ഖനികൾ എന്നിവിടങ്ങളിലോ അപകടകരമായ വ്യവസായങ്ങളിലോ പണിയെടുപ്പിക്കരുതെന്ന് നിഷ്കർഷിക്കുന്ന അനുച്ഛേദം 24. 1978 44ാം ഭേദഗതി പ്രകാരം മൗലികാവകാശങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട അനുച്ഛേദം 31. 1978 44ാം ഭേദഗതി പ്രകാരം മൗലികാവകാശങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട അനുച്ഛേദം 31. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷേ ഇനി ചോദിക്കും. കാരണം നമ്മളും നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും അതേപോലെ ഏബിളാണ്, കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നവരാണ്. അതുകൊണ്ട് പെരിഫറലായിട്ട് ഒരു ചോദ്യം ഇനി വരുമെന്ന് തോന്നുന്നില്ല. ഇതേപോലുള്ള ചോദ്യങ്ങളായിരിക്കും ഇനി വരാൻ സാധ്യതയുള്ളത്. ഇനി ഈ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ 42ാം ഭേദഗതിയും 44ാം ഭേദഗതിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭേദഗതികളാണ്. അത് പല തവണയും മറ്റു പല പോയിന്റുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന 2 ഭേദഗതികളാണ്. 42ാം ഭേദഗതി എന്ന് പറയുന്ന മിനി കോൺസ്റ്റിറ്റ്യൂഷനും 44ാം ഭേദഗതിയും. അതുകൊണ്ട് നിങ്ങളിത് പഠിക്കുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അടുത്തൊരു പോയിന്റ് പറയുന്നു, മനുഷ്യക്കടത്ത്, നിർബന്ധിതമായ ജോലി എടുപ്പിക്കൽ എന്നിവ തടയുന്ന ഭരണഘടനാ അനുച്ഛേദം 23. ഇപ്പോൾ നിർബന്ധിതമായ ജോലി എടുപ്പിക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് 23 അറിയാം, പക്ഷെ മനുഷ്യക്കടത്തെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് കിട്ടണമെന്നില്ല. അത് 23 വരുന്നതാണ് എന്ന് പെട്ടെന്ന് കിട്ടണമെന്നില്ല. അപ്പം മനുഷ്യക്കടത്ത്, അതേപോലെ നിർബന്ധിതമായ ജോലി എടുപ്പിക്കൽ എന്നിവ തടയുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 23. അയിത്ത നിർമ്മാർജ്ജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് 17. ഇതാണ് മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന വിളിയോടുകൂടി പാസാക്കിയ ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത്.
അടുത്ത ഒരു പേജിലാണ് അടുത്തൊരു ഇത് വരുന്നത്. നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തത് ആർട്ടിക്കിൾ 23 അനുച്ഛേദം 23ന്റെ തുടർച്ചയായി നിലവിൽ വന്ന നിയമങ്ങളാണ് 1956 ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട്. നല്ലൊരു പോയിന്റാണ്. അത് ചോദിക്കാൻ വരുന്നത് റാങ്ക് ഫെയിലൊക്കെ ഇതുണ്ടോ എന്ന് സംശയമാണ്. ഇതൊക്കെയാണ് ശരിക്കും റാങ്ക് മേക്കിംഗ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളത്. എന്താണ് പ്രസ്താവന രൂപത്തിൽ ഇതൊക്കെ വന്നേക്കാം. അനുച്ഛേദം 23ന്റെ തുടർച്ചയായി നിലവിൽ വന്ന നിയമങ്ങളാണ് 1956 ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട്. അതുപോലെ 1976 ദ ബോണ്ടഡ് ലേബർ സിസ്റ്റം അബോളിഷൻ ആക്ട്. അപ്പോൾ ഈ രണ്ട് ആക്ട് ഇതൊന്ന് നോട്ട് ചെയ്തോളുക. ഇതൊരു നല്ലൊരു വ്യത്യസ്തമായ പോയിന്റാണ്. ഒന്നുകൂടി പറയാം. ആർട്ടിക്കിൾ 23ന്റെ തുടർച്ചയായി നിലവിൽ വന്ന നിയമങ്ങളാണ് 1956 ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട്, 1976 ദ ബോണ്ടഡ് ലേബർ സിസ്റ്റം അബോളിഷൻ ആക്ട്. അടിമവേലയും മനുഷ്യക്കടത്തും തടയലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 24 അല്ലേ. അടിമവേലയും മനുഷ്യക്കടത്തും തടയലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 24. മൗലികാവകാശങ്ങൾ നടപ്പാക്കാൻ സുപ്രീം കോടതി എന്താണ് പുറപ്പെടുവിക്കുന്നത്? അങ്ങനെ പുറപ്പെടുവിക്കുന്നതിന് റിട്ട് എന്നാണ് പറയുന്നത്. മൗലികാവകാശങ്ങൾ നടപ്പാക്കാൻ സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്നതാണ് റിട്ട് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, മൗലികാവകാശങ്ങൾ റദ്ദാക്കപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ മൗലികാവകാശങ്ങൾ നമുക്ക് സാധിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും സമീപിക്കാവുന്നതാണ്. അങ്ങനെ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ സമീപിക്കുമ്പോൾ എന്ത് ചെയ്യും? ആ മൗലികാവകാശങ്ങൾ നടപ്പിലാക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്നതാണ് റിട്ട് എന്ന് പറയുന്നത്. മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനുള്ള സാഹചര്യം ഏതാണ്? അതായത് 6 തരം മൗലികാവകാശങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതെല്ലാ കാലത്തും എപ്പോഴും അവൈലബിൾ ആണ്. പക്ഷേ ചില സമയങ്ങളിൽ മാത്രം അതിൽ ചില കാര്യങ്ങളൊക്കെ റദ്ദു ചെയ്യപ്പെടും. അങ്ങനെ ചില സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ കാലഘട്ടമാണ്. ഈ അടിയന്തരാവസ്ഥ കാലഘട്ടം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സായുധ വിപ്ലവം ഉണ്ടാകാം, ഒന്നെങ്കിൽ ആ സായുധ വിപ്ലവം, അതായത് ഈ ആയുധങ്ങളോട് കൂടിയുള്ള ഒരു സംഘർഷാവസ്ഥ രൂപപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ പുറത്തു നിന്ന് വിദേശാക്രമണം വന്നാൽ, അല്ലെങ്കിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥയൊക്കെ വന്നാൽ, അങ്ങനെ അടിയന്തരാവസ്ഥ 3 തരമുണ്ട്. ആ അടിയന്തരാവസ്ഥയിൽ ഏതെങ്കിലും വരികയാണെങ്കിൽ, അടിയന്തരാവസ്ഥ കാലഘട്ടം ഉണ്ടാകുകയാണെങ്കിൽ മൗലികാവകാശങ്ങളിൽ ചിലതൊക്കെ റദ്ദ് ചെയ്യപ്പെടും. മൗലികാവകാശങ്ങളിൽ ഏറ്റവും മൗലികം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആർട്ടിക്കിൾ 21 ഞാൻ പറഞ്ഞു, ജീവിക്കാനുള്ള അവകാശമാണ്, അതുതന്നെയാണ് ഏറ്റവും മൗലികം അല്ലേ. മൗലികാവകാശങ്ങളിൽ ഏറ്റവും മൗലികം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആർട്ടിക്കിൾ 21. മൗലികാവകാശങ്ങളുമായി പൊരുത്തപ്പെടാത്തതോ അവയ്ക്ക് വിപരീതമോ ആയ നിയമങ്ങൾ നിലനിൽക്കില്ല എന്ന് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിളാണ് 13. അപ്പോൾ അത് വളരെ നല്ലൊരു ആർട്ടിക്കിളാണ് ഈ പറയുന്നത് അല്ലേ. അതായത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചിട്ടേ പുതിയ നിയമനിർമ്മാണങ്ങൾ നടത്താൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു സ്ട്രക്ചറുണ്ട്. ആ സ്ട്രക്ചർ അനുസരിച്ചിട്ട് എന്ത് നിയമവും ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ അത് നിലനിൽക്കപ്പെടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 13. മൗലികാവകാശങ്ങളുമായി പൊരുത്തപ്പെടാത്തതോ അവയ്ക്ക് വിപരീതമോ ആയ നിയമങ്ങൾ നിലനിൽക്കില്ല എന്ന് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 13 എന്ന് പറയുന്നത്. ഇത് സൂക്ഷിക്കേണ്ട ഒരു ആർട്ടിക്കിളാണ്. കാരണം കഴിഞ്ഞിടക്ക് ആർട്ടിക്കിൾ 12 ചോദിച്ചിരുന്നു. സ്റ്റേറ്റ്, അതായത് ആർട്ടിക്കിൾ 12 സ്റ്റേറ്റ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചിരുന്നു. ആർട്ടിക്കിൾ 12 സ്റ്റേറ്റ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ ആർട്ടിക്കിൾ 13 കാര്യം പറയുന്നു. അത് തുടർന്ന് വരുന്നുണ്ട്, നമുക്ക് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ 13, 12, അതേപോലെ നേരത്തെ പഠിച്ച 31, 35, നമ്മൾ സാധാരണ പഠിക്കുന്ന 14 തൊട്ട് 30 വരെയൊക്കെ നമ്മൾ പഠിക്കും. ബാക്കി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. റാങ്ക് ഫെയിലും അതൊക്കെയാണ്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, 12ഉം 13ഉം ഒക്കെ ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 35ഉം 31ഉം ഒക്കെ ഇനി ചോദിച്ചുകൂടുന്നില്ല. അതൊക്കെ നോട്ട് ചെയ്യണം. അടുത്ത ഒരു പോയിന്റ് നോക്കാം. മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് 21 അല്ലേ. മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് 21. നമ്മളിവിടെ പഠിച്ചു മൗലികാവകാശങ്ങളിൽ ഏറ്റവും മൗലികമായത് ആർട്ടിക്കിൾ 21. മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് 21. മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 21. എന്താണ് ആർട്ടിക്കിൾ 21 പറയുന്നത്? ആർട്ടിക്കിൾ 21 പറയുന്നത് ജീവനും വ്യക്തി സ്വാതന്ത്ര്യങ്ങൾക്കും
ഉള്ള സംരക്ഷണമാണ് ആർട്ടിക്കിൾ 21 പറയുന്നത്. അതായത് ജീവിക്കാനുള്ള അവകാശം എന്നും നമുക്ക് പറയാം. ആർട്ടിക്കിൾ 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യങ്ങൾക്കും ഉള്ള സംരക്ഷണമാണ്. മതപരമായ കാര്യങ്ങളുടെ നടത്തിപ്പിനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 26 മതപരമായ കാര്യങ്ങളുടെ നടത്തിപ്പിനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 26 മതം, വംശം, ജാതി, ലിംഗപദവി, ജനനസ്ഥലം എന്തൊക്കെയാണ്? മതം, വംശം, ജാതി, ലിംഗപദവി, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല എന്ന് നിഷ്കർഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 15 അനുച്ഛേദം 15. അപ്പോൾ എന്താണ് അനുച്ഛേദം 15 പറയുന്നത്? മതം, വംശം, ജാതി, ലിംഗപദവി, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല എന്ന് നിഷ്കർഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 15. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിന് മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രാഷ്ട്രപതി, ഞാൻ തുടങ്ങിയപ്പോഴേ പറഞ്ഞില്ലേ, അത് തന്നെയാണ്. അതെന്താണ്? ആർട്ടിക്കിൾ 14 പറയുന്നത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നാണ്. എന്നാൽ അതിൽ ചില ഇളവ് ലഭിക്കുന്നുണ്ട്. അതാർക്കാണ്? അത് രാഷ്ട്രപതിക്കാണ്. കണ്ടാ? അപ്പോൾ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ ക്ലിയർ ആയല്ലോ. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിന് മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി രാഷ്ട്രപതിക്കാണ്. ആയുധങ്ങളില്ലാതെ സമാധാനപരമായി ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം 19(1)(b) ആണ്. 19(1)(b) ആർട്ടിക്കിൾ 19 1(b) ആണ്. ആയുധങ്ങളില്ലാതെ സമാധാനപരമായി ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം. ആരും നിയമത്തിന് അതീതരല്ല എന്ന് വ്യക്തമാക്കുന്ന അനുച്ഛേദം 14 പറഞ്ഞു. 14 എക്സെപ്ഷൻ ഉണ്ട്. ആരും നിയമത്തിന് അതീതരല്ല എന്ന് പറഞ്ഞാൽ പ്രസിഡന്റിന് ചില ഇളവുകളൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്തത് നോക്കുക. ഇന്ത്യൻ പൗരന് എത്ര മൗലികാവകാശങ്ങളുണ്ട്? 6. ആ 6 ഞാൻ ആദ്യം പറഞ്ഞിരുന്നു അല്ലെ. സ്വാതന്ത്ര്യത്തിന് ഉള്ള അവകാശം, സമത്വത്തിനുള്ളത്, സ്വാതന്ത്ര്യത്തിനുള്ളത് അല്ലെ, ചൂഷണത്തിനെതിരെയുള്ളത്, മതസ്വാതന്ത്ര്യത്തിനുള്ളത്, സാംസ്കാരികം അല്ലെ, ഇതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി അടുത്തത്, ഇന്ത്യൻ പൗരന്റെ മൗലികാവകാശങ്ങളിൽ യുക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനുള്ള അധികാരം ആർക്കാണ്? അത് പാർലമെന്റിനാണ് കേട്ടോ. പാർലമെന്റിന് ഇന്ത്യൻ പൗരന്റെ മൗലികാവകാശങ്ങളിൽ യുക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനുള്ള അധികാരം പാർലമെന്റിനാണ്. ഇന്ത്യൻ ഭരണഘടന പ്രകാരം സംസാര സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്ന വകുപ്പ് 19 അല്ലെ. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആൻഡ് സ്പീച്ച് എന്ന് പറയും. അഭിപ്രായ സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കാനുള്ള അവകാശമുണ്ട്. ഇന്ത്യൻ ഭരണഘടന പ്രകാരം സംസാര സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്ന വകുപ്പ് 19 ഇന്ത്യൻ ഭരണഘടനയിൽ പത്രപ്രവർത്തനത്തിനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത്? കണ്ട, ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അങ്ങനൊരു സംഭവം ഇവിടെ പ്രതിപാദിച്ചിട്ടില്ല. അതായത് പത്രസ്വാതന്ത്ര്യം എന്നും പറഞ്ഞ് ആർട്ടിക്കിളിൽ ഇല്ല. പിന്നെന്താ ചെയ്യുന്നത്? ഈ ആർട്ടിക്കിൾ 19 ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആൻഡ് സ്പീച്ച് എന്നുള്ള ആ ഒരു കാര്യമുണ്ട്. അതിൻ്റെ മറപിടിച്ചിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ പിൻബലത്തിലാണ് പത്രപ്രവർത്തനം നടത്തുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത് വേണമെങ്കിൽ ഇത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്, ഇത് അറിയാൻ പാടില്ലാത്ത ഒരാളെ സംബന്ധിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ വേണമെങ്കിൽ തെറ്റായിട്ടുള്ളത് അല്ലെങ്കിൽ ശരിയായിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഒരു കൺഫ്യൂഷൻ ആക്കി കൊടുക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ പത്രപ്രവർത്തനത്തിനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ബാലവേല നിരോധിക്കുന്ന അനുച്ഛേദം 24 ഇത് ഓർത്തിരിക്കാൻ പറ്റും. ബാലവേല കണ്ട 24 ഒരു ലായുടെ ഒരു പ്രാസമുണ്ട് ഇതിനകത്ത്. ബാലവേല 24 ബാലവേല കണ്ട ല 24 ബാലവേല, അങ്ങനെ ഒരു പ്രാസമുണ്ട്. കണ്ട 2 പയ്യന്മാർ അല്ലേ. ഇതൊന്നും പാടില്ല, ബാലവേല നടത്താൻ പാടില്ല. ഇന്ത്യൻ ഭരണഘടനയിൽ 3 സംരക്ഷണങ്ങൾ ഉൾക്കൊള്ളുന്ന അനുച്ഛേദം ഏതാണ്? അത് 20 മൂന്ന് സംരക്ഷണങ്ങൾ അല്ലെ. ഇന്ത്യൻ ഭരണഘടനയിൽ 3 സംരക്ഷണങ്ങൾ ഉൾക്കൊള്ളുന്ന അനുച്ഛേദം 20 ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 21A PSCയുടെ ഇഷ്ടപ്പെട്ട ആർട്ടിക്കിൾ. ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 21A ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് 1999 കേന്ദ്ര സർക്കാർ രൂപവത്കരിച്ച കമ്മിറ്റിയാണ് തപസ് മജുംദാർ കമ്മിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് വെറൈറ്റി ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. തപസ് മജുംദാർ കമ്മിറ്റി എന്താണ്? ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 21A എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ് അല്ലെ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21A. ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് 1999 കേന്ദ്ര സർക്കാർ രൂപവത്കരിച്ച കമ്മിറ്റിയാണ് തപസ് മജുംദാർ കമ്മിറ്റി. ഇന്ത്യൻ ഭരണഘടനയിലെ സുവർണ ത്രികോണങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞിരിക്കുക. സുവർണ ത്രികോണങ്ങൾ 14 എന്നറിയപ്പെടുന്ന അനുച്ഛേദങ്ങളാണ് ആർട്ടിക്കിൾ 14, 19, 21. ആർട്ടിക്കിൾ 14 എന്താ? നിയമത്തിന് മുന്നിൽ തുല്യത, അതാണ് ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 19 അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലേ. ആർട്ടിക്കിൾ 21 അത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇതാണ് സുവർണ ത്രികോണങ്ങൾ എന്നറിയപ്പെടുന്നത് അല്ലേ, സുവർണ ത്രികോണങ്ങൾ. ഇനി നമ്മൾ അടുത്തൊരു പേജിലേക്ക് പോവാണ്.
അടുത്തൊരു ലാസ്റ്റ് പേജാണ്. നോക്കാം. അടുത്തൊരു പോയിന്റ്, ഏത് സാഹചര്യത്തിലാണ് അനുച്ഛേദം 19 പ്രകാരമുള്ള സ്വാതന്ത്ര്യങ്ങൾക്ക് മേൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതെന്ന്. അത് അങ്ങനെ ചോദിച്ചാൽ അത് യുദ്ധമോ വിദേശ അധിനിവേശമോ പോലുള്ള സാഹചര്യത്തിലാണ്. യുദ്ധമോ വിദേശ അധിനിവേശമോ പോലുള്ള സാഹചര്യത്തിലാണ് ആർട്ടിക്കിൾ 19 പ്രകാരമുള്ള സ്വാതന്ത്ര്യങ്ങൾക്ക് മേൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. ഏത് തീയതിയിലാണ് ലോകസഭ വിദ്യാഭ്യാസ അവകാശ നിയമം സംബന്ധിച്ച ബിൽ അംഗീകരിച്ചത്? നേരത്തെ നമ്മൾ രാഷ്ട്രപതി ഒപ്പിട്ടതെന്നും പറഞ്ഞ് പഠിച്ചിരുന്നു. അത് ഇതല്ല, 2009. ഇതിപ്പോൾ ബിൽ അംഗീകരിച്ച ഡേറ്റ് ആണ്. ഏത് തീയതിയിലാണ് ലോകസഭയുടെ കാര്യമാണ് കേട്ടോ. ഏത് തീയതിയിലാണ് ലോകസഭ വിദ്യാഭ്യാസ അവകാശ നിയമം സംബന്ധിച്ച ബിൽ അംഗീകരിച്ചത്? അത് 2009 ഓഗസ്റ്റ് 4 2009 ഓഗസ്റ്റ് 4. പ്രസിഡന്റ് ഒപ്പുവെച്ചത് നമ്മൾ ആദ്യം പറഞ്ഞതാണ് കേട്ടോ. ഇതല്ല. ഇത് പറയുന്നത് ഏത് തീയതിയിലാണ് ലോകസഭ വിദ്യാഭ്യാസ അവകാശ നിയമം സംബന്ധിച്ച ബിൽ അംഗീകരിച്ചത്? ഇത് 2009 ഓഗസ്റ്റ് 4 2009 ഓഗസ്റ്റ് 4. അടുത്തൊരു പോയിന്റ് നോക്കാം. ഒരാളെ അറസ്റ്റ് ചെയ്യാൻ 24 മണിക്കൂർ, ഒരാളെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനകം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് 22. ഇത് നമ്മൾ സിനിമയിലൊക്കെ മിക്കവാറും കേൾക്കാറുണ്ട് അല്ലേ. ചില ഇതിൽ അറസ്റ്റ് ചെയ്താൽ ഉടനെ 24 മണിക്കൂറിനകം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് ദ കിങ് എന്നൊക്കെ പറയുന്ന സിനിമയിലൊക്കെ നമ്മളിത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന അല്ലെങ്കിൽ അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 22 വകുപ്പ് 22 ഒരാളെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനകം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് 22. ശരിക്കും നമ്മൾ ഭരണഘടന PSCക്ക് വേണ്ടിയിട്ടല്ല ആക്ച്വലി ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ പഠിക്കേണ്ടത്. ഭരണഘടന ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഒരാളുടെ വീട്ടിൽ അത്യാവശ്യമായിട്ടുണ്ടായിരിക്കേണ്ട ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത് ശരിക്കും ഇന്ത്യൻ ഭരണഘടനയാണ്. ഒരു ഇന്ത്യക്കാരൻ്റെ വീട്ടിൽ ശരിക്കും ഉണ്ടായിരിക്കേണ്ട ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. അത് വെറുതെ ഉണ്ടായിരിക്കുക മാത്രമല്ല, പ്രത്യേകിച്ച് ആദ്യം എടുത്തു വെച്ച് മൗലികാവകാശങ്ങൾ വായിക്കണം. അങ്ങനെ വായിക്കണം. അത് ശരിക്കും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ ഇത് നോക്കുക, ഒരാളെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനകം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് 22 എന്ന് പറയുന്നത്, ആർട്ടിക്കിൾ 22. ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ വിചാരണ ചെയ്യാനോ ശിക്ഷിക്കാനോ പാടില്ല എന്ന് വ്യവസ്ഥ, അത് നോ ഡബിൾ ജിയോപാഡി എന്ന് പറയും. നോ ഡബിൾ ജിയോപാഡി ഇത് കഴിഞ്ഞ നമ്മുടെ പ്രിലിംസ് അവതരിപ്പിച്ചതിന് ശേഷം ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. ജിയോപാഡി എന്നും പറഞ്ഞ് വന്നിട്ട് അന്ന് കുറേ അധികം ആൾക്കാർക്ക് ഒരു ഐഡിയ ഇല്ലാതെ ഇരുന്നു എന്താണ് ഡബിൾ ജിയോപാഡി എന്ന് പറയുന്നത്. ഈ ഡബിൾ ജിയോപാഡി എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ വിചാരണ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാണ്. ഒരു കുറ്റത്തിന് ഒരു പ്രാവശ്യം ശിക്ഷിച്ചു, പിന്നെയും ശിക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഡബിൾ ജിയോപാഡി പറ്റില്ല എന്നാണ്. നോ ഡബിൾ ജിയോപാഡി. ക്ലിയർ ആയല്ലോ. ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ വിചാരണ ചെയ്യാനോ ശിക്ഷിക്കാനോ പാടില്ല എന്ന് വ്യവസ്ഥ നിർദ്ദേശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദമാണ് 22 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 20 അപ്പോൾ നോ ഡബിൾ ജിയോപാഡി അത് ആർട്ടിക്കിൾ 20 അല്ലേ. ഈ ഡബിൾ എന്ന വാക്ക്, ഡബിൾ ജിയോപാഡി, ഡബിൾ എന്ന വാക്ക് ഈ 22 കണക്ട് ചെയ്യാം. ഡബിൾ ജിയോപാഡി 22 വകുപ്പാണ്. ആർട്ടിക്കിൾ 22 വകുപ്പിലാണ് പറയുന്നത് കേട്ടോ. ആർട്ടിക്കിൾ 20 3 പറയുന്നുണ്ട്. അതിൽ 2 കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ വിചാരണ ചെയ്യാനോ ശിക്ഷിക്കാനോ പാടില്ല. അതാണ് ഡബിൾ ജിയോപാഡി നിർദ്ദേശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 22 എന്ന് പറയുന്നത്. കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഭരണഘടനയിൽ പണ്ടൊക്കെ പുറമേ നിന്നുള്ള ചോദ്യങ്ങളെ ഉള്ളായിരുന്നു, ഇപ്പോൾ ഉള്ളിലേക്ക് കയറിയിട്ടാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ആർട്ടിക്കിൾ 20 എന്ന് പഠിച്ചാൽ മാത്രം പോരാ. നോ ഡബിൾ ജിയോപാഡി ആർട്ടിക്കിൾ 22 എന്ന് മനസ്സിലാക്കി വെക്കണം. അടുത്തത് വിവേചനം നിരോധിക്കൽ ഏത് മൗലികാവകാശത്തിൻ്റെ ഭാഗമാണ്? അത് സമത്വത്തിനുള്ള അവകാശമാണ്. അവകാശമല്ലേ. വിവേചനം കാണിക്കുക എന്ന് പറയുന്നത് തന്നെ സമത്വം അല്ലല്ലോ. അപ്പോൾ വിവേചനം നിരോധിക്കൽ അത് സമത്വത്തിനുള്ള അവകാശമാണ്. വിദേശ രാഷ്ട്രങ്ങൾ നൽകുന്ന സ്ഥാനമാനങ്ങൾ ഇന്ത്യൻ പൗരന്മാർ സ്വീകരിക്കുന്നത് വിലക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 18(2). അബോളിഷൻ ഓഫ് ടൈറ്റിൽ പറഞ്ഞല്ലോ, ആർട്ടിക്കിൾ
18 സ്ഥാനമാനങ്ങൾ ടൈറ്റിൽ മേടിക്കാൻ കൊടുക്കാറില്ല നമ്മൾ, അല്ലേ? അതേപോലെ തന്നെ മേടിക്കാൻ വിദേശ രാഷ്ട്രങ്ങൾ നൽകുന്ന സ്ഥാനമാനങ്ങൾ ഇന്ത്യൻ പൗരന്മാർ സ്വീകരിക്കരുതെന്നും പറയുന്ന വിലക്കുന്ന അനുച്ഛേദം 18(2) ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഇത് പുതുമയുള്ള സാധനമാണ്. ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ പ്രസ്താവന ചോദ്യങ്ങളിൽ 4 ഉണ്ടെങ്കിൽ 3 നമുക്കറിയാവുന്നതായിരിക്കും, 4ാമത്തത് ഈ അറിയാൻ പാടില്ലാത്തതായിട്ട് ഇത് കൊടുക്കും. അപ്പോൾ ഇത് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റാണ്. വിദേശ രാഷ്ട്രങ്ങൾ നൽകുന്ന സ്ഥാനമാനങ്ങൾ ഇന്ത്യൻ പൗരന്മാർ സ്വീകരിക്കുന്നത് വിലക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 18(2) 18(2). വിദ്യാഭ്യാസ അവകാശ നിയമം സംബന്ധിച്ച ബിൽ രാജ്യസഭ അംഗീകരിച്ചത്, നേരത്തെ ലോകസഭ അംഗീകരിച്ച് പറഞ്ഞു, ഇപ്പോൾ രാജ്യസഭ അംഗീകരിച്ചത് 2009 ജൂലൈ 20-നാണ്. 2009 ജൂലൈ 20-ന്. ഞാൻ പക്ഷേ ഉണ്ടല്ലോ ഈ ഇത്ര നാളും PSC ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിലും അതിൽ രാജ്യസഭ അംഗീകരിച്ചതെന്ന് ലോകസഭ അംഗീകരിച്ചതെന്ന് അങ്ങനൊരു ക്വസ്റ്റ്യൻ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. അതേസമയം പ്രസിഡന്റ് ഒപ്പുവെച്ചതെന്ന് പല ക്വസ്റ്റ്യനിലും പല കാര്യങ്ങളിലും ചോദിച്ചിട്ടുണ്ട്. അതേപോലെ പാർലമെൻറ്റ് അംഗീകരിച്ചതെന്നുള്ള ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. നിലവിൽ വന്നതെന്ന് കണ്ടിട്ടുണ്ട്. ഒരിക്കലും രാജ്യസഭ എന്നും പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ ലോകസഭ രാജ്യസഭ ഒരു ബില്ല് രാജ്യസഭയും ലോകസഭയും അംഗീകരിക്കുന്നത് ഒരു സാധാരണ പ്രൊസീജിയറാണ്. അത് അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൽ ലോജിക്കില്ല. അതേസമയം പ്രസിഡന്റ് ഒപ്പുവെച്ചത് എന്നാണെന്ന് ചോദിക്കുന്നത് ഓക്കെയാണ്. പാർലമെൻറ്റ് അംഗീകരിച്ചത് എന്നാണെന്ന് ചോദിക്കേണ്ടത് അതൊക്കെ ഓക്കെയാണ്. അത് നിലവിൽ വന്നത് എന്നാണ്. ഈ 3 കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. മറ്റുള്ളതൊന്നും കണ്ടിട്ടില്ല ഞാൻ. അതുകൊണ്ട് നിങ്ങളത് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നില്ല. പക്ഷേ ഇപ്പം നിലവിൽ വന്നത് കണ്ട വിദ്യാഭ്യാസ അവകാശ നിയമം രാഷ്ട്രപതി അംഗീകരിച്ചതെന്ന്, അത് നിലവിൽ വന്നതെന്ന്, ഇതൊക്കെ നല്ല ക്വസ്റ്റ്യൻ ആണ്. 2010 ഏപ്രിൽ 1-നാണ് വിദ്യാഭ്യാസ അവകാശ നിയമം റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 21A അല്ലേ 86-ാം ഭേദഗതി പ്രകാരം അത് നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1-നാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനും ന്യൂനപക്ഷക്കാർക്കുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 30-ആണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനും ന്യൂനപക്ഷക്കാർക്കുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 30-ആണ്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദങ്ങൾ 21A ആണ്. ഇത് മൗലികാവകാശങ്ങളിൽ വരുന്നതാണ്. പിന്നൊന്ന് 51A ആണ്. 51A. അപ്പോൾ വിദ്യാഭ്യാസ അവകാശവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? 21A 51A രണ്ടും സാമ്യമുണ്ട്. 21A 51A അല്ലെ AA 1 21A 51A. കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 22-ആണ്. കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 22-ആണ്. കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കാതെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്രയാണ് റക്മാർക്ക് എന്ന് പറയുന്നത്. അതായത് റക്മാർക്ക് ഉണ്ടെങ്കിൽ അതിനർത്ഥം ഇത് കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ടില്ല എന്നാണ്, ബാലവേല ചെയ്യിച്ചിട്ടില്ല. കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കാതെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്രയാണ് റക്മാർക്ക്. കുറ്റം ആരോപിക്കപ്പെട്ട ഒരു വ്യക്തിയെ അയാൾക്കെതിരായ തെളിവ് നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല എന്ന് വ്യക്തമാക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 23. അപ്പം ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നേരത്തെ ഞാനൊരു ആർട്ടിക്കിൾ 22 പറഞ്ഞല്ലോ, അത് ഓർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്ക് അടിച്ച് പോകാതെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആർട്ടിക്കിൾ 22 ഞാൻ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞിരുന്നു. ആർട്ടിക്കിൾ 22 എന്താണ്? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യാവുന്ന കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇത് പറയുന്നു ആർട്ടിക്കിൾ 20 3 കാര്യങ്ങൾ പറയുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലെ. ഇപ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നോക്കുക, കുറ്റം ആരോപിക്കപ്പെട്ട ഒരു വ്യക്തിയെ അയാൾക്കെതിരായി തെളിവ് നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല എന്ന് വ്യക്തമാക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദമാണ് 23 എന്ന് പറയുന്നത്. സർക്കാരിന് അധികാരമുള്ള വിദ്യാലയങ്ങളിൽ മതബോധനം നടത്താൻ പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 28(1). നോക്കി എല്ലാത്തിലും കറക്റ്റ് അതിൻ്റെ ആ ഒരു ഉപവിഭാഗമായിട്ടാണെങ്കിൽ അതുകൂടെ കൊടുത്തിട്ടുണ്ട്. 28(1) അല്ലേ. സർക്കാരിന് അധികാരമുള്ള വിദ്യാലയങ്ങളിൽ മതബോധനം നടത്താൻ അത് നല്ലൊരു കാര്യമാണ്. കാരണം സർക്കാർ സ്കൂളിൽ എല്ലാത്തരം മതവിഭാഗങ്ങളിലുള്ള ആൾക്കാർ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു മതത്തിൻ്റെതായിട്ട് എന്തെങ്കിലും ഒരു സംഭവം ചെയ്യുന്നത് ശരിയല്ല. അത് നല്ലൊരു ഐഡിയ ആണ് അതല്ലേ. അങ്ങനൊരു അനുച്ഛേദം ഉള്ളത് അനുച്ഛേദം 28(1) ആണ്. അനുച്ഛേദം 28(1).
സഹകരണ സംഘങ്ങൾ എന്ന വാക്ക് ഉൾപ്പെടുന്ന മൗലികാവകാശങ്ങളെ അനുച്ഛേദം 19(1)(c) ആണ്. ഇത് നല്ലൊരു വ്യത്യസ്തമായ പോയിന്റാണ്. ഇത് ഇച്ചിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം സഹകരണ സംഘങ്ങൾ, സഹകരണ ബാങ്ക്, ED, റെയ്ഡ് ഇതൊക്കെ നമുക്ക് സമൂഹത്തിന് ചുറ്റും കേൾക്കുന്നതാണ്. അപ്പോൾ അതുപോലെ ഒരു സഹകരണ വകുപ്പ് മന്ത്രി തന്നെ കേന്ദ്രത്തിൽ അടുത്തിടെ വന്നിട്ടുണ്ടല്ലേ, അമിത്ഷാ. സഹകരണ വകുപ്പ് മന്ത്രിയല്ലേ അമിത്ഷാ. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ഈ സഹകരണ സംഘവും സഹകരണ ബാങ്കും ഒക്കെ ഇമ്പോർട്ടൻസ് വന്നിട്ടുള്ളത് കൊണ്ട് ഇതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. പുതുമയുള്ള പോയിന്റാണ്. സഹകരണ സംഘങ്ങൾ എന്ന വാക്ക് ഉൾപ്പെടുന്ന മൗലികാവകാശങ്ങളെ അനുച്ഛേദം 19(1)(c) ആണ്. 19(1)(c). സഹകരണ സംഘങ്ങൾ 19(1)(c). സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം അവകാശമാക്കുന്നത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ 1994 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് സൈക്കിയ കമ്മിറ്റി. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കമ്മിറ്റി കേൾക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്യണം. എന്തെങ്കിലും ഒരു ചിലപ്പോൾ പറയാൻ പറ്റില്ല, ചിലപ്പോൾ എന്തെങ്കിലും എവിടെയെങ്കിലും തെറ്റിപ്പോയാലും ഒക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. ഇവിടെ പറയുന്നു, ഇത് പുതുമയുള്ളൊരു പോയിന്റാണ്. ഞാൻ ഈ പോയിന്റ് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം അവകാശമാക്കുന്നത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ 1994 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് സൈക്കിയ കമ്മിറ്റി. അപ്പോൾ അടുത്തൊരു പോയിന്റ് നോക്കുക. സ്ത്രീകൾ, കുട്ടികൾ എന്നിവർക്കായി പ്രത്യേക നിയമ സംരക്ഷണത്തിന് വ്യവസ്ഥ ചെയ്യുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 15(3). കേട്ടോ, ആർട്ടിക്കിൾ 15 പറയുന്നുണ്ടല്ലോ, ലിംഗം, ജാതി, മതം എന്നിവ വെച്ചിട്ട് വിവേചനം ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നുണ്ട്. അതിൽ ലിംഗം എന്ന് പറയുന്നുണ്ട് അല്ലേ, അങ്ങനെ അതായത് ആണോ പെണ്ണോ എന്ന് നോക്കാൻ പാടില്ലെന്ന് പറയുന്നുണ്ട് അതിനകത്ത്. പക്ഷേ സ്ത്രീകൾക്കും കുട്ടികൾക്കും മുൻഗണന കൊടുക്കാമെന്ന് അതിലൊരു എക്സെപ്ഷൻ പറയുന്നുണ്ട്. അതായത് നമ്മൾ ഈ പറയുന്ന മൗലികാവകാശങ്ങളിലേക്ക് കൂലങ്കഷമായിട്ട് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എല്ലാ മൗലികാവകാശങ്ങൾക്കും എക്സെപ്ഷൻ കേസായിട്ട് പല കാര്യങ്ങളും അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട്. PSCയുടെ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് ആ എക്സെപ്ഷനായിട്ട് പറയുന്ന കാര്യങ്ങളാണ് എടുത്ത് ചോദിക്കുന്നത്. അങ്ങനെ ഒരു ട്രെൻഡ് PSCക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ മതം, വംശം, ലിംഗം, ജാതി അതൊന്നും വെച്ചിട്ട് വിവേചനങ്ങൾ ചെയ്യാൻ പാടില്ലെന്ന് പറയുമ്പോൾ പോലും സ്ത്രീകൾക്കും കുട്ടികൾക്കും പരിഗണന കൊടുക്കാം എന്നൊരു എക്സെപ്ഷനായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. സ്ത്രീകൾ, കുട്ടികൾ എന്നിവർക്കായി പ്രത്യേക നിയമ സംരക്ഷണത്തിന് വ്യവസ്ഥ ചെയ്യുന്ന അനുച്ഛേദമാണ് 15(3) എന്ന് പറയുന്നത്. 15(3). സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് 19(1)(a) ആണ്. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആൻഡ് സ്പീച്ച്. സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 19(1)(a) ആണ്. സംഘടനകൾ സ്ഥാപിക്കുന്നതിനുള്ള ഇന്ത്യൻ പൗരന്റെ അവകാശത്തെക്കുറിച്ച് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? അത് ആർട്ടിക്കിൾ 19(1)(c) ആണ്. ആർട്ടിക്കിൾ 19(1)(c) ഓൾറെഡി പറഞ്ഞു അല്ലേ. സഹകരണ സംഘങ്ങൾ എന്ന് പറയുന്നത് 19(1)(c)യിലാണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. സഹകരണ സംഘങ്ങൾ എന്ന വാക്ക് ഉൾപ്പെടുന്നത് 19(1)(c) ആണ്. അപ്പോൾ സംഘടനകൾ സ്ഥാപിക്കുന്നതിനുള്ള ഇന്ത്യൻ പൗരന്റെ അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതും 19(1)(c)യിലാണ്. സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം അത് 300(a) ആണ്. 300(a) അല്ലേ. അത് 300(a) നമ്മൾ അത് പറഞ്ഞു. ഏത് ഭാഗത്താണെന്ന് നമ്മൾ പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? അതായത് സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭരണഘടനയുടെ ഏത് ഭാഗത്താണെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അത് ഓർമ്മയുള്ളവർ അതൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നിങ്ങൾ ബാക്ക് അടിച്ച് നോക്കാതെ ഓർമ്മയുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 300(a) ആണ്. അത് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് വരുന്നത്? സ്വത്തവകാശം ഇപ്പോൾ ഏതു തരം അവകാശമാണ്? സ്വത്തവകാശം ശരിക്കും ഒരു ലീഗൽ റൈറ്റ് ആണ്, നിയമപരമായ അവകാശമാണ് സ്വത്തവകാശം. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന സ്ഥാനങ്ങൾ, ചിഹ്നങ്ങളും ബഹുമതികളും നിർത്തലാക്കൽ, അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് കാരണമായ അനുച്ഛേദം 18 ആണ്. ആർട്ടിക്കിൾ 18 അനുസരിച്ച് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് എന്നോർക്കുക. ഇപ്പോൾ 18 ടൈറ്റിൽസ് കണ്ട കണക്ഷൻ വരുന്നുണ്ട്. അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് ആർട്ടിക്കിൾ 18 അതാണ്. പദവികളും ബഹുമതികളും ചിഹ്നങ്ങളും ഒക്കെ അല്ലെ, സ്ഥാനമാന ചിഹ്നങ്ങളും ബഹുമതികളും നിർത്തലാക്കൽ, അതാണ് ആർട്ടിക്കിൾ 18. സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നറിയപ്പെടുന്നത് മൗലികാവകാശങ്ങളാണ്. സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നറിയപ്പെടുന്നത് മൗലികാവകാശങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗത്തേക്ക് നമുക്ക് പോകാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം. ഈ ചാനലിൻ്റെ വളർച്ചയ്ക്ക് നിങ്ങളുടെ ആ ഒരു സഹകരണം വളരെ അത്യാവശ്യമാണ്. ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്ത, ആദ്യമായിട്ട് കാണുന്നവർ ജോയിൻ ചെയ്യുക. ഇതിൻ്റെ എല്ലാ ക്ലാസ്സിൻ്റെയും പരീക്ഷ നമ്മൾ ടെലഗ്രാമിലും വാട്സപ്പിലും ഒക്കെ ആയിട്ട് നടത്തുന്നുണ്ട്. ഓഡിയോ ക്ലാസ്സുകളൊക്കെ ഉണ്ട്, പങ്കെടുക്കുക. അപ്പോൾ ബാക്കി പോയിന്റ് നമുക്ക് നോക്കാം.
റിട്ടുകളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. റിട്ടുകൾ. അപ്പോൾ എന്താണ് റിട്ടുകൾ എന്നുള്ളത്? അല്ല, റിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു ഭരണഘടന നമുക്ക് മൗലികാവകാശങ്ങൾ ഏതെങ്കിലും നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമുക്കത് സ്ഥാപിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഹൈക്കോടതിയെയും അതേപോലെ സുപ്രീം കോടതിയെയും നമുക്ക് സമീപിക്കാം. അപ്പോൾ നമ്മൾ മൗലികാവകാശങ്ങൾ സ്ഥാപിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഹൈക്കോടതിയും അതേപോലെ സുപ്രീം കോടതിയും പുറപ്പെടുവിക്കുന്നതിനെയാണ് റിട്ടെന്ന് പറയുന്നത്. പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടെന്ന് പറയുന്നത്. ഇപ്പോൾ റിട്ടുകൾ പല തരത്തിലുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നാം കൽപ്പിക്കുന്നു, അങ്ങനെ ഒരു റിട്ടുണ്ട്. മാൻഡമസ് എന്നാണ് ആ റിറ്റിൻ്റെ പറയുന്നത്. മാൻഡമസ് നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ട് മാൻഡമസ് ആണ്. മാൻഡമസ് എന്ന് പറഞ്ഞാൽ നാം കൽപ്പിക്കുന്നു. മാൻഡമസ് നാം കൽപ്പിക്കുന്നു. ഇനി നാം സാക്ഷ്യപ്പെടുത്തുക എന്നർത്ഥം വരുന്നതാണ് സെർഷ്യോററി. ഇപ്പോൾ സർട്ടിഫിക്കറ്റ് എന്നൊരു, ഞാനിത് ഓർക്കാൻ വേണ്ടി കണക്ട് ചെയ്ത് പറയുന്നു എന്നേ ഉള്ളൂ കേട്ടോ. നമുക്കൊരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു സാക്ഷ്യപത്രമല്ലേ. നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഡിഗ്രി പാസ്സായി അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി, അതൊരു സാക്ഷ്യപത്രമല്ലേ. അപ്പോൾ സാക്ഷ്യപ്പെടുത്തുക, സർട്ടിഫിക്കറ്റ്, സെർഷ്യോററി, അങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കുക. നാം സാക്ഷ്യപ്പെടുത്തുക എന്നർത്ഥം വരുന്ന റിട്ടാണ് സെർഷ്യോററി. ഇനി അധികാരസ്ഥാനത്തെ കൊണ്ട് ഒരു പൊതു കർത്തവ്യം നടപ്പിലാക്കി കിട്ടാൻ പുറപ്പെടുവിക്കുന്ന കൽപ്പനയാണ് മാൻഡമസ് എന്ന് പറയുന്നത്. മാൻഡമസ് നാം കൽപ്പിക്കുന്നു അല്ലെ. മാൻഡമസ് അധികാരസ്ഥാനത്തെ കൊണ്ട് ഒരു പൊതു കർത്തവ്യം നടപ്പിലാക്കി കിട്ടാൻ പുറപ്പെടുവിക്കുന്ന കൽപ്പനയാണ് മാൻഡമസ് എന്ന് പറയുന്നത്. എന്ത് അധികാരത്തിൻ്റെ പേരിൽ എന്നർത്ഥമുള്ള റിട്ടാണ് കോ വാറണ്ടോ. ബൈ വാട്ട് അതോറിറ്റി, എന്ത് അധികാരത്തിൻ്റെ പേരിൽ, ബൈ വാട്ട് അതോറിറ്റി, എന്ത് അധികാരത്തിൻ്റെ പേരിൽ എന്നർത്ഥമുള്ള റിട്ടാണ് കോ വാറണ്ടോ അല്ലേ. ഒരാൾ അർഹതയില്ലാത്ത സ്ഥലത്ത് കയറിയിരിക്കുമ്പോൾ ചോദിക്കാം, നിങ്ങൾ എന്ത് അധികാരത്തിലാണ് ഇവിടെ കയറിയിരിക്കുന്നത് അല്ലേ. കോ വാറണ്ടോ, എന്ത് അധികാരത്തിൻ്റെ പേരിൽ, കോ വാറണ്ടോ. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. അതായത് അന്യായമായിട്ട് ഒരാളെ തടങ്കലിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കോടതി പുറപ്പെടുവിക്കും, അയാളെ എത്രയും വേഗം കോടതിക്ക് മുന്നിൽ ഹാജരാക്കുക. അതാണ് ഹേബിയസ് കോർപ്പസ് അല്ലേ. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ് ആണ്. സ്വകാര്യ വ്യക്തികൾ, രാഷ്ട്രപതി, ഗവർണർ എന്നിവർക്കെതിരെ പുറപ്പെടുവിക്കാനാവാത്ത റിട്ടാണ് മാൻഡമസ് അല്ലേ. അതായത് രാഷ്ട്രപതിയാണ് നമ്മുടെ ഇന്ത്യയിലെ പ്രഥമ പൗരൻ അല്ലേ, അദ്ദേഹത്തോടൊക്കെ നാം കൽപ്പിക്കാമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അത് നമ്മൾ ലോജിക് ലെവലിൽ ആലോചിച്ചാൽ പറ്റും. ഇനി സംസ്ഥാനത്തിലെ ഒന്നാമത്തെ പൗരൻ എന്ന് പറയുന്നത് ഗവർണറാണ്. ഗവർണറോട് പറയാൻ പറ്റുമോ ഹൈക്കോടതിക്ക്? ഇല്ല. അപ്പോൾ അത് നമ്മൾ ആലോചിച്ചാലേ കിട്ടും അല്ലേ. സ്വകാര്യ വ്യക്തികൾക്കെതിരെയും മാൻഡമസ് റിട്ട് പറയാറില്ല. സ്വകാര്യ വ്യക്തികൾ, രാഷ്ട്രപതി, ഗവർണർ എന്നിവർക്കെതിരെ പുറപ്പെടുവിക്കാനാവാത്ത റിട്ടാണ് മാൻഡമസ്. സ്റ്റേ ഓർഡർ എന്നറിയപ്പെടുന്നത് പ്രൊഹിബിഷനാണ്. സ്റ്റേ ഓർഡർ എന്നറിയപ്പെടുന്ന റിട്ട് പ്രൊഹിബിഷനാണ്. ഹേബിയസ് കോർപ്പസ് എന്നാൽ അർത്ഥം ശരീരം ഹാജരാക്കുക എന്നാണ്. യു മേ ഹൗ ദ ബോഡി എന്നാണ്. ശരീരം ഹാജരാക്കുക. ഹേബിയസ് കോർപ്പസ് എന്നാൽ അർത്ഥം ശരീരം ഹാജരാക്കുക. യു മേ ഹൗ ദ ബോഡി. സ്വതന്ത്രമായ മതവിശ്വാസത്തിനും മതാചാരത്തിനും മതപ്രചാരണത്തിനുമുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 25. സ്വതന്ത്രമായ മതവിശ്വാസത്തിനും മതാചാരത്തിനും മതപ്രചാരണത്തിനുമുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 25. ചില പ്രത്യേക കേസുകളിൽ അറസ്റ്റിനും തടങ്കലിനുമെതിരെയുള്ള സംരക്ഷണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് 22. ചില പ്രത്യേക കേസുകളിൽ അറസ്റ്റിനും തടങ്കലിനുമെതിരെയുള്ള സംരക്ഷണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് 22. ജനങ്ങളുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥാപനം സുപ്രീം കോടതി. ജനങ്ങളുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥാപനം സുപ്രീം കോടതിയാണ്. സ്റ്റേറ്റ് എന്ന പദത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 12 ആണ്. ആർട്ടിക്കിൾ 12 സ്റ്റേറ്റ് എന്ന പദത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 12 ആണ്. ദേശീയ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിന് ഏതെല്ലാം മൗലികാവകാശങ്ങളിലാണ് നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിയുക? അത് ആർട്ടിക്കിൾ 20, 21 ഒഴികെയുള്ള മൗലികാവകാശങ്ങൾ. എന്ന് ചുരുക്കി പറഞ്ഞാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 20, 21 റദ്ദാകില്ല, ബാക്കിയെല്ലാം റദ്ദാകും. ദേശീയ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിന് ഏതെല്ലാം മൗലികാവകാശങ്ങളിലാണ് നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിയുക? ആർട്ടിക്കിൾ 20, 21 ഒഴികെയുള്ള മൗലികാവകാശങ്ങളിലാണ്. അതത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാലും അനുച്ഛേദം 20, 21 എന്നിവ പ്രകാരമുള്ള മൗലികാവകാശങ്ങൾ റദ്ദാകില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതിയാണ് 44ാം ഭേദഗതി. ഞാൻ നേരത്തെ പറഞ്ഞു, ഭേദഗതിയൊക്കെ പഠിക്കുമ്പോൾ 44, 42 ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭേദഗതികളാണ്. അപ്പോൾ ഇത്രയുമാണ് മൗലികാവകാശങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്.
നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് മൗലികാവകാശങ്ങൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള ക്ലാസ് രീതിയിൽ എടുക്കണമെങ്കിൽ എടുക്കാം. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, കാരണം ഒരുമാതിരിപ്പെട്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ നിന്ന് ഞാൻ നോട്ട് ചെയ്യാൻ പറഞ്ഞ ചില പോയിന്റുകളൊക്കെ അത് ഇപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ്.